ഇതെല്ലാം കൂടെ അയാളുടെ വീട്ടിൽ കൊള്ളുവെന്നാ എനിക്കിപ്പോ പേടി. രവിയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് അവിടെ കുറെ പേരുള്ളതാ. വെറും കൈയോടെ പോയാ നമുക്കാ കുറച്ചില്. മാഷക്ക് അതുമല്ലോ അറിയോ? അല്ല, ഈ ചക്ക ഇപ്പൊ എങ്ങനെയാ കൊടുത്തയക്കുക? അയ്യോ, ഇത് വരട്ടാനാ, അല്ലാണ്ട് ചക്കയായിട്ട് ആരെങ്കിലും കൊടുത്തയക്കുവോ? മാഷ് ഇതൊന്നും മുറിച്ചേ. പോകാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷെ പോയല്ലേ പറ്റൂ. ഏറ്റവും സമാധാനം തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിലാണ്. മാസ്റ്ററേയും ടീച്ചറുടെ അടുത്ത് താൻ ക്ഷമിക്ക്. കൂടിയാൽ 1 വർഷം ലീവ് കിട്ടുമ്പോൾ ഞാൻ പറന്നു വരില്ലേ? എങ്കിൽ പിന്നെ വൈകിക്കണ്ട, ഞാൻ ഇറങ്ങട്ടെ. തുടങ്ങിയല്ലോ കരച്ചില്. ചിരിച്ചുകൊണ്ട് ഇയാളെ യാത്രയാക്കാൻ പറയൂ എന്റെ ടീച്ചറെ. നല്ല ആളോടാ പറഞ്ഞത്. വരിക. വരട്ടെ മാഷെ. കരയരുതെന്ന് ഉപദേശിക്കാൻ എളുപ്പാ. അയാളിപ്പോ സുഖമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കുട്ടി, രവിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കണം. മുളച്ച ശേഷം ഇത്തിരി ചാരം ഇടണം. അത്രേ ഉള്ളൂ. മാഷേ, മണിയോടൊന്നും ഇല്ലടോ. ആരയക്കാനാ മാഷേ? അതും ശരിയാ. മിസസ് മായാ രവീന്ദ്രൻ, കെയർ ഓഫ് രാവുണ്ണി നായർ. രവിയുടെയാ അമേരിക്കന്ന്. കുറെ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ പുതുമോടി. എനിക്കാ? നോക്കട്ടെ. എന്താ എടുക്കാം? ഇത്രയും കാലം ക്ഷമിക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാക്കാം. വിശേഷം ഞങ്ങളോട് കൂടെ പറയണട്ടോ. കത്ത് വന്നില്ലല്ലോ എന്ന് 2 ആഴ്ചയായി കുട്ടി പറഞ്ഞോണ്ട് നടക്കുക. കൂടുതൽ കത്ത് വന്നപ്പോ വെറുതെ അതിനിട്ട് കളിപ്പിക്കുക. ഇത്തരം കത്തിന്റെ വിലയൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ ടീച്ചറെ. എന്താ ഓട്ടോറിക്ഷയിലൊക്കെ ഇന്ന് പഠിപ്പില്ലേ കോളേജില്? ഉണ്ട്. നല്ല സുഖം തോന്നിയില്ല. ഒരു തലച്ചുറ്റല് പോലെ. എപ്പോ? മുഖം വല്ലാണ്ട് വളറിയിട്ടുണ്ടല്ലോ. പനിക്കുന്നുണ്ടോ? ടീച്ചറെ ഒന്നും കൂടി വരിക. പനിയൊന്നുമില്ല. അത് കുട്ടിയാ തീരുമാനിക്കാൻ. പനി ഉണ്ടാവും, അല്ലാണ്ട് മുഖത്ത് ഇത്രയും വാട്ടം വരില്ല. തലവേദന ഉണ്ടോ? ഇല്ല. കണ്ടില്ലേ? എന്തേ? മായമ്മക്ക് സുഖമില്ലാന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയണില്ല. എന്തു പറ്റി? രാവിലെ കോളേജിലേക്ക് പോയ കുട്ടി
സുഖവും ഇല്ലാണ്ട് ആ തിരിച്ചു വന്നിരിക്കണു. കണ്ടില്ല എന്റെ മുഖം? ഒന്നും മിണ്ടാണ്ട് രണ്ടാളും കൂടെ അകത്തോട്ട് പോയാൽ എങ്ങനെയാ? മാഷൊന്ന് ബഹളം കൂട്ടാണ്ടിരിക്കും, ഇപ്പൊ വരാം. അല്ല അതല്ല ഞാൻ അവിടെ നിന്നാ മതി. ഒരു അസുഖം വന്നാൽ അതിനെന്താ പ്രതിവിധി എന്ന് ആലോചിക്കാണ്ട് രണ്ടാളും കൂടെ അകത്ത് കയറി നടയടച്ചിരിക്കുക. വിവരം എന്ന് പറയുന്നത് അശേഷം തൊട്ട് വെച്ചിട്ടില്ല. അതെങ്ങനെയാ? പെണ്ണല്ലേ വർഗം. പുറകെ കിടന്നുകൊണ്ട് ഒരുമാതിരി കശപിശ വർത്താനം പറഞ്ഞോണ്ടല്ലോ. എന്തേ? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. ഒന്നുമില്ലെന്നാണോ തലകറങ്ങി വീണത്? മനുഷ്യനിട്ട് വേവലാതിപ്പെടുത്താണ്ട് കാര്യം എന്താ വെച്ചാ പറയൂ. ഇതേ മാഷ് ഇടപെടേണ്ട കാര്യമല്ല. എന്നുവെച്ചാ? അല്ല, പുറത്തു പോകുമ്പോഴേ ആ ഡോക്ടർ മാലതിയില്ലേ, അവരോടൊന്ന് വരാൻ പറയുക, അത്രേ വേണ്ടു. അതിനെന്തിനാ ഡോക്ടർ മാലതി? ബാലമ്മേനല്ലേ അടുത്തുള്ളത്, അങ്ങനോട് വരാൻ പറഞ്ഞാ പോരെ? പോരാ. ഇതേ ലേഡി ഡോക്ടർ തന്നെ നോക്കേണ്ട കാര്യമാ, മനസ്സിലായോ? പ്രിയപ്പെട്ട രവിയേട്ടന്. സാറിന് എന്താ വേണ്ടത്? സൂപ്പിന് കുറച്ച് കഷണം വേണ്ടിയിരുന്നു. കയ്യോ കാലോ? കയ്യും കാലും ഇരുന്നോട്ടെ. നടുവോ? നടുവിരിക്കട്ടെ. തല വേണം? തല വേണ്ട. അയ്യോ മാഷേ, ഇങ്ങനെ ഇരിക്കുമ്പോ മായമ്മയ്ക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നെയ്യും കൊഴുപ്പും ഒന്നും പാടില്ല. സൂപ്പൊക്കെ ഇപ്പോഴല്ല, പ്രസവം കഴിഞ്ഞിട്ടാ. എന്നാരാ പറഞ്ഞേ? ആര് പറയണ്ട, അങ്ങനെയാ. എനിക്കിതൊക്കെ എങ്ങനെ അറിയാ? അനുഭവം വേണ്ടേ? അതിനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കി തന്നിട്ടുമില്ല. മിണ്ടാണ്ടിരിക്കൂ, ആ കുട്ടിയപ്പുറത്തുണ്ട്. ആ സൂപ്പ് വേണ്ടെങ്കിൽ വേണ്ട, വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? മായമേ കാണട്ടെ. ആ കൈ ഇങ്ങോട്ട് നീട്ടു. എന്താ? ആ കൈ ഇങ്ങോട്ട് നീട്ടുകൂട്ടി. നല്ല ഒന്നന്തരം പുളിയം മാങ്ങ കഴിച്ചോളൂ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മാങ്ങ തിന്നാനല്ല കൊതി. പിന്നെ എന്ത് തിന്നാനാ കുട്ടിക്ക് ആശ? എനിക്ക് മസാല ദോശ തിന്നാൻ ആശ. പേപ്പർ വായിച്ചില്ലേ? കുറെ നേരം കൊണ്ട് പറയുന്നത് വായിക്കാതിരിക്കുന്നേ. മാഷെന്താ ഈ ചായപ്പീടിയല്ലേ? അതിശയാണല്ലോ. ഞാൻ വെറുതെ. മാഷക്ക് മസാല ദോശ എത്രയാണെന്നാ പറഞ്ഞേ? 2 3? മാഷേ 3. മസാല ദോശയോ? അസലായി. താൻ ഉരുളക്കിഴങ്ങ് കഴിക്കാം. എനിക്കല്ലടോ, പിന്നെ കുട്ടിക്കാ. ഇപ്പോഴെന്താ അങ്ങനെ ഒരു പലഹാരക്കൊതി? ഭാഗ്യവാൻ. ഈ വയറും വെച്ചോണ്ട് ഇനിയിപ്പോ എങ്ങനെയാ കോളേജിലേക്ക് അയക്കുക? ഇവിടെ തന്നെ ദിവസവും കുറെ അങ്ങ് നടക്കട്ടെ, അല്ലേ നാണിയമ്മേ? പിന്നല്ലാണ്ട് ഗർഭിണികള് ശരീരം അനങ്ങി പണിയെടുക്കണം.
സന്ധിബന്ധങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടിയാലേ അത്രയും എളുപ്പം വേദന കൂടാണ്ട് പ്രസവം നടക്കൂ. എന്റെ ഇളയ മകനില്ലേ പുഷ്പാങ്കതൻ, നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് നോവ് തുടങ്ങിയത്. ഒന്നപ്പുറത്തോട്ട് മാറി 10 നിമിഷം പ്രസവവും കഴിഞ്ഞു. നെല്ല് കുത്തുമ്പോ പ്രസവിച്ചോണ്ടാവും നാണിയമ്മയുടെ മുമ്പ് പുഷ്പാങ്കത ഈനായത്. വേണ്ട വേണ്ട, അങ്ങനെ ഭാരിച്ച അധ്വാനമൊന്നും ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണ്ട. എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരുത്തുക വേണ്ട. അനുഭവസ്ഥര് പറഞ്ഞതല്ലേ, വേണമെങ്കിൽ കുറച്ചു നേരം നടന്നോട്ടെ. കേട്ടോ ടീച്ചറെ, ഗർഭകാലത്തും പ്രസവകാലത്തും ഭർത്താവിന്റെ പ്രേരണ എണ്ണ കാച്ചാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനിയത്തെ തവണ വരുമ്പോ കുറച്ച് നല്ല ഇഞ്ചയും വാവപ്പൊടിയും കൊണ്ടുവന്നോളൂ. പിന്നെ കുറച്ച് കാട്ടുമഞ്ഞളും തേനും. വയറ്റിലായിരിക്കുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ചില പച്ചമരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതെന്തൊക്കെയാന്ന് വെച്ചാ കൊണ്ടുവന്നോളൂ. പൊയ്ക്കോളൂ. ഇതെന്തൊക്കെയാ വാങ്ങിട്ട് വന്നിരിക്കണേ? എപ്പോഴായാലും വാങ്ങണം. കണ്ടപ്പോ ഇഷ്ടം തോന്നി വാങ്ങി. നീ വെക്കോ. കേട്ടോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞതിന്റെ 2 ദിവസം അപ്പറായാലും ഇപ്പറായാലും നല്ല നാളുകളാ. 13 14-ാം തീയതി ആണെന്ന് വെച്ചാ ബഹുവിശേഷ. ഏതാ? അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയാണെങ്കില് പേര് ഉണ്ണികൃഷ്ണൻ ഇടാം. അപ്പൊ ആൺകുട്ടിയാണെന്ന് മായമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? കയ്യുണ്യാദി എണ്ണ രവിയേട്ടന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായല്ലോ. നോക്കട്ടെ.